നിർണായക ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പാണ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിക്കുക അങ്ങനെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. നേരെ അദ്ദേഹം യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. RJD ഇതിനോടകം ഈ വിഷയം ADGP RSS കൂടിക്കാഴ്ച സംബന്ധിച്ച വിവാദം ചർച്ച ചെയ്യണം, മുന്നണി യോഗത്തിൽ ഉന്നയിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ ആ തീരുമാനം എടുത്തിട്ടുള്ള കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന ചോദ്യത്തിന് ഉറച്ചു നിൽക്കേണ്ടേ എന്നായിരുന്നു മന്ത്രി K രാജന്റെ പ്രതികരണം. അങ്ങനെയാണെങ്കിൽ CPI അത് ഉന്നയിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും. ആന്റണി രാജു പറഞ്ഞത് അങ്ങനെ പെട്ടെന്നൊരു ഉദ്യോഗസ്ഥനെ മാറ്റിയാൽ നിയമപരമായി ആ ഉദ്യോഗസ്ഥന് അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ അവസരം കിട്ടും. അതിന് അവസരം കൊടുക്കാത്ത തരത്തിൽ അടച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ആന്റണി രാജു പറഞ്ഞത്. വർഗീസ് ജോർജ് അക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായിരിക്കും മുന്നണി യോഗത്തിൽ നടക്കുക എന്നത് നിർണായകമാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഇത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ മുന്നണി യോഗത്തിൽ അത് ഉന്നയിക്കും. അതിന്മേൽ ചർച്ച നടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇതാദ്യമായി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും. അദ്ദേഹത്തിന് മൗനം വെടിയേണ്ടി വരും. ഷഫീദ് റാവുത്തർ തുടരുന്നു, തിരുവനന്തപുരത്തുനിന്ന്. ഷഫീദ്, യോഗം എപ്പോഴായിരിക്കും തുടങ്ങുക? അതിനുശേഷമുള്ള വാർത്താ സമ്മേളനം, കൺവീനറുടെ വാർത്താ സമ്മേളനം, നമ്മൾ EP ജയരാജൻ കൺവീനറായിരുന്ന സമയത്ത് മുന്നണി യോഗത്തിന് ശേഷം ഒരു വാർത്താ സമ്മേളനം പതിവുണ്ടോ? ഇന്ന് അത് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴായിരിക്കും അത്? ഇടതുമുന്നണി യോഗത്തിന് ശേഷം 5 മണിക്ക് TP രാമകൃഷ്ണൻ അദ്ദേഹം ആദ്യമായി കൺവീനർ സ്ഥാനത്ത് ചുമതലയേറ്റെടുത്ത ശേഷം ഔദ്യോഗികമായ ഇടതുമുന്നണി യോഗത്തിന് ശേഷം ആദ്യമായി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയം അറിയിച്ചിട്ടുള്ളത്. 2 കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് വിജയകുമാർ. അതിലൊന്നാമത്തെ കാര്യം, ഇന്നത്തെ LDF യോഗം വളരെ നിർണായകമായി മാറുന്നത് മറ്റൊന്നുകൊണ്ടുകൂടിയാണ്. കാരണം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയ ശേഷം ചേരുന്ന ആദ്യ ഇടതുമുന്നണി യോഗമാണ്. ആ യോഗത്തിൽ സ്വാഭാവികമായും ADGP RSS കൂടിക്കാഴ്ച അല്ലെങ്കിൽ അത് ചർച്ചയാകുമ്പോൾ അതിന്മേൽ മുഖ്യമന്ത്രി ADGP MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്നു എന്നുള്ള ആക്ഷേപം അത് CPI RJD ഒക്കെ ഉന്നയിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അതിന്മേൽ കൂട്ടി വായിക്കപ്പെടും. അതിലൊന്ന്, EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് EP ജയരാജന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടത്. അടക്കമുള്ള തീരുമാനത്തിലേക്ക് കടന്നൊരു സാഹചര്യത്തിൽ സർക്കാരിനെ, സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിനെ ഒരു ഭരണകക്ഷിയമല്ലെന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം അത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ 2 കാര്യങ്ങളും കമ്പയർ ചെയ്തുകൊണ്ടുള്ള പ്രതികരണം വന്നാൽ അങ്ങനെ കൂടി ഇന്നത്തെ മുന്നണി യോഗത്തിൽ ഒരു സവിശേഷത ഉണ്ടാകുമെന്നുള്ളതും ഒരു രാഷ്ട്രീയ സവിശേഷത ഉണ്ടാകുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിജയകുമാർ, ഒരു കാര്യം എന്തായാലും നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയും. തിരക്കിട്ട ചില ചർച്ചകൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിയത്. ഇന്ന് ബിനോയ് വിശ്വം ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് 3 മണിക്കാണ്. ഇപ്പോൾ സമയം നമുക്കറിയാം 3:41 3:30 വരെയുള്ള സമയമുണ്ടായിരുന്നു. ഈ സമയത്തിൽ CPI CPI ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. MV ഗോവിന്ദനും ബിനോയ് വിശ്വവും തമ്മിൽ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അങ്ങനെ ഒരു തീരുമാനം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ തീരുമാനത്തിലേക്ക് കടക്കും. അതല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, മുന്നണിക്കുള്ളിലെ ചർച്ച നടക്കുമ്പോൾ അതിൽ CPIയുടെ സമീപനം അത് നിർണായകമാകും. RJDക്കടക്കം അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് അടിത്തറവാകുന്ന രീതിയിലേക്കായിരിക്കും CPIയുടെ അഭിപ്രായങ്ങൾ ഉയരുക. കാരണം കഴിഞ്ഞ ദിവസം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി വളരെ പരസ്യമായി അവരുടെ നിലപാട് അറിയിച്ചു. അല്പസമയം മുമ്പ് K രാജനോട് ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉറച്ചു നിൽക്കണ്ടേ എന്ന മറുപടിയൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരു ധ്വനിയുണ്ട്. ആ ധ്വനിക്ക് മുൻപിൽ മുഖ്യമന്ത്രിക്ക് കീഴടങ്ങേണ്ടി വരുമോ, വിശ്വസ്തനെ കൈവിടേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി ഉയർന്ന ചോദ്യം. വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ടതാണ് ഷഫീദ് ഇപ്പോൾ പറഞ്ഞ ഉഭയകക്ഷി ചർച്ചയുടെ സാധ്യത സംബന്ധിച്ച വിവരങ്ങൾ. അതായത് മുന്നണി യോഗം തുടങ്ങുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് ബിനോയ് വിശ്വം അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബിനോയ് വിശ്വം അവിടെ CPM സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. അദ്ദേഹവുമായി ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിക്കൂടായികയില്ല. അത്തരമൊരു ചർച്ചയിൽ ഒരു പക്ഷേ കൂടുതൽ തീരുമാനങ്ങൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അത് സമവായത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചയായിരിക്കുമോ, അതല്ല നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് CPIനെ അറിയിക്കലാകുമോ? എന്തായാലും ആ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ റിസൾട്ട് കൂടി ഒരു പക്ഷേ മുന്നണി യോഗത്തിൽ പ്രതിഫലിച്ചേക്കും. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും ഇടവേളയ്ക്ക് ശേഷം.